അവർ ഭാരതത്തെ ബലികഴിക്കാൻ, ഭാരതത്തിന് ഭീഷണി ഉണ്ടാക്കാൻ, ഭാരതത്തിൻ്റെ ശത്രുക്കളെ ഒരുമിച്ച് കൂട്ടാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങ് പറഞ്ഞ പോയിന്റിലേക്ക് വരണം. ശ്രീ സന്ദീപ്, സ്ട്രാറ്റജിക്കലി ഇതൊരു വലിയ കെണിയല്ലേ? ഇടപെടേണ്ട സമയമായോ? തീർച്ചയായും ഒരു സൈനിക നടപടി എത്രത്തോളം ഈ സമയത്ത് വേണമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷേ ശ്രീ അഹമ്മദ് മാഷ് പറഞ്ഞതിന് ഞാൻ അനുകൂലിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന ചിക്കൻ നെക്ക്, ആ ചിക്കൻ നെക്ക് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയയാണ്. അവിടെ പിന്നെ അതിന് മുകൾ ഭാഗത്ത് ചൈനയുടെ സ്വാധീനം ഓൾറെഡി ഉണ്ട്. അവിടെ നിന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ ചിക്കൻ നെക്കിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 7 സംസ്ഥാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടമാകും നോർത്ത് ഈസ്റ്റിലെ. അപ്പോൾ വളരെ നാരോ ആയിട്ടുള്ളൊരു പിന്നെ റിഡ്ജാണത്. അപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയെ സ്ട്രാറ്റജിക്കലി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം പിന്നെ ചൈന വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് മിനിമം ഒരു 1960കൾ തൊട്ടുള്ള ഒരു ചരിത്രമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1962 യുദ്ധത്തിന് ശേഷം തുടങ്ങിയിട്ടുള്ള ഒരു ചരിത്രം അതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഡെവലപ്മെൻറ്റ്സിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ കാണണം. പിന്നെ ശ്രീ അഹമ്മദ് മാഷ് പറഞ്ഞ ഒരു കാര്യത്തിൽ ചെറിയൊരു വിയോജിപ്പല്ല, അതിൽ കൂട്ടിച്ചേർക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ അമേരിക്കയിൽ നിലനിന്ന സർക്കാർ, ജോ ബൈഡന്റെ സർക്കാർ, ആ സർക്കാരിൻ്റെ പിന്നെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജിക്കലായിട്ടുള്ള സ്വാധീനം, നമ്മൾ ചൈനയുടെ ഐഡിയോളജിക്കലായിട്ടുള്ള സ്വാധീനം നമ്മൾ കാണാതിരുന്നുകൂടാ എന്നുള്ളതാണ് എൻ്റെ ഇത്. കാരണം അമേരിക്കയിലെ ഈ മൂലധന ശക്തികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ മൂലധനം, ചൈനയുടെ മൂലധനം എങ്ങനെയാണ് അമേരിക്കൻ മുതലാളിത്തത്തെയും അമേരിക്കൻ മുതലാളിമാരെയും അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് ഇന്റർനാഷണൽ അഫെയറിൽ പ്രതിഫലിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ പഠിക്കണം. ഒരു വേള അമേരിക്കയിലൂടെ ഇന്ന് കാണുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ചൈനയുടെ താല്പര്യങ്ങളായിരിക്കാം. കാരണം ചൈനയുടെ സ്റ്റൂജസ് ആയിട്ടുള്ള ആളുകൾ ഇന്ന് അമേരിക്കൻ ഭരണകൂടത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ആളുകൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡൊണാൾഡ് ട്രംപ് അതിനെ അതുകൊണ്ട് തന്നെയാണ് ചൈനയെ ഒരു പിന്നെ ത്രെട്ടായിട്ട് കാണുന്നത്. അമേരിക്കൻ സംവിധാനങ്ങളുടെ, അമേരിക്കൻ സ്റ്റേറ്റിന്റെ, അമേരിക്കൻ സംവിധാനങ്ങളുടെയും ഉള്ളിലേക്ക് കൾച്ചറൽ മാർക്സിസ്റ്റുകളും ക്രിട്ടിക്കൽ തിയറിയുടെ പ്രൊപ്പണൻസും കടന്നു കയറിക്കൊണ്ട് ആ അമേരിക്കൻ സിസ്റ്റത്തെ ചൈനയുടെ ഏറാൻ മൂളികളാക്കി കൂടി മാറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു വസ്തുത അല്ലെങ്കിൽ ആ ഒരു സംശയം നമ്മൾ ഈ സാഹചര്യത്തിൽ കാണേണ്ടതാണ്. അത് കാണാതിരുന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു ബ്ലണ്ടർ ആകും എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് സന്ദീപ്